ഹായ് ഫ്രണ്ട്സ്, കേട്ടറ്റ് കാറ്റഗറി 1-ലെ EVSൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വർഗീകരണ രീതികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ജീവികളെ അവരുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് നമ്മൾ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു വർഗീകരണ രീതിയാണ് രണ്ട് കിങ്ഡം വർഗീകരണ രീതി എന്ന് പറയുന്നത്. രണ്ട് കിങ്ഡം വർഗീകരണ രീതി അല്ലെങ്കിൽ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. കോൾ ലിനയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ രണ്ട് കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കോൾ ലിനയസ്. ഇദ്ദേഹമാണ് ജീവികളെ രണ്ട് കിങ്ഡങ്ങളായിട്ട് തരംതിരിച്ചു. ആ രണ്ട് കിങ്ഡങ്ങളാണ്, ഒന്ന് ജന്തുലോകവും അതുപോലെ സസ്യലോകവും. ജന്തുലോകം, സസ്യലോകം, അതായത് കിങ്ഡം ആനിമാലിയ, കിങ്ഡം പ്ലാന്റ് എന്നിങ്ങനെ രണ്ട് കിങ്ഡങ്ങളായിട്ടാണ് കോൾ ലിനയസ് ജീവികളെ തരംതിരിച്ചത്. എന്നാൽ പിന്നീട് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. 5 കിങ്ഡങ്ങളായി തരംതിരിച്ച ആളാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. രണ്ട് കിങ്ഡമായി തരംതിരിച്ച ആളാണ് കോൾ ലിനയസ്. ജന്തുലോകം അതുപോലെ സസ്യലോകം എന്നിങ്ങനെ തരംതിരിച്ചു. പിന്നീട് ജീവികളെ 5 കിങ്ഡങ്ങളായി റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തു? തരംതിരിച്ചു. അദ്ദേഹം ജീവികളെ 5 കിങ്ഡങ്ങളായിട്ടാണ് തിരിച്ചത്. ആ 5 കിങ്ഡങ്ങളാണ്: ഒന്ന് കിങ്ഡം മൊനീറ, 2 കിങ്ഡം പ്രോട്ടിസ്റ്റ, 3 കിങ്ഡം ഫഞ്ചൈ, 4 കിങ്ഡം പ്ലാന്റ്, 5 കിങ്ഡം ആനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡങ്ങളായാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ തരംതിരിച്ചത്. ഓൾറെഡി കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ എന്ന് പറയുന്നത് നമ്മുടെ ലിനയസിന്റെ വർഗീകരണ രീതിയിൽ വന്നിരുന്ന 2 കിങ്ഡങ്ങളായിരുന്നു. പക്ഷെ അതിനകത്ത് ആകെ 2 കിങ്ഡേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് പുതിയ 3 കിങ്ഡങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ 5 കിങ്ഡമായിട്ട് തരംതിരിച്ചത്. അപ്പൊ കിങ്ഡങ്ങളുടെ പേര് ആദ്യം ഓർത്ത് വെക്കുക: കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ. ഈ മൊനീറ എന്ന് പറയുന്ന വിഭാഗത്തില് ബാക്ടീരിയകളെയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അപ്പൊ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ വിഭാഗത്തിൽ വരുന്ന ജീവികളാണ് കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുത്തിയത്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മുടെ അമീബ, പാരമീസിയം പോലെയുള്ള പ്രോട്ടോസോവൻസിനെയാണ് അദ്ദേഹം കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തിയത്. ഫഞ്ചയില് നമ്മുടെ ഫംഗസുകൾ അല്ലെങ്കിൽ കുമിളുകളെയാണ് ഈ ഫഞ്ചൈ എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് ഉൾപ്പെടുത്തിയത്. പ്ലാന്റയില് സസ്യങ്ങളെയും അതുപോലെ ആനിമേലിയയില് ജന്തുക്കളെയാണ് ഉൾപ്പെടുത്തിയത്. ഇപ്പൊ മൊനീറയ്ക്കകത്ത് ബാക്ടീരിയകള്, പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് അമീബ, പാരമീസിയം പോലെയുള്ള പ്രോട്ടോസോവകള്, ഫഞ്ചൈക്കകത്ത് കുമിളുകൾ അല്ലെങ്കിൽ ഫംഗസുകള്, പ്ലാന്റയ്ക്കകത്ത് സസ്യങ്ങള്, ആനിമേലിയയ്ക്കകത്ത് ജന്തുക്കളെയും ഉൾപ്പെടുത്തി. ഇനി എന്താണ് ഈ ഓരോ ഗ്രൂപ്പിന്റെയും സവിശേഷത നോക്കാം. ഇപ്പൊ മൊനീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയത് ബാക്ടീരിയകളെയാണ്. ആ കിങ്ഡത്തിൽ വരുന്ന ജീവികളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഏകകോശ ജീവികളാണ് മൊനീറയിൽ വരുന്ന എല്ലാ ജീവികളും. പക്ഷെ ഇവ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. ന്യൂക്ലിയസ്, അതായത് മർമ്മം കാണപ്പെടാത്ത യൂണിസെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏകകോശ ജീവികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കിങ്ഡമാണ് കിങ്ഡം മൊനീറ. അതേസമയം ന്യൂക്ലിയസ് കാണപ്പെടുന്ന, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തിയത്. മൊനീറയ്ക്കകത്ത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികള്. പ്രോട്ടിസ്റ്റയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂക്ലിയസ് കാണപ്പെടുന്ന ഏകകോശ ജീവികൾ. ഇനി ഫംഗസിലേക്ക് വരുമ്പോൾ ഫഞ്ചൈ എന്ന് പറയുന്ന കിങ്ഡത്തിലെ ജീവികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന്, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികൾ. പരപോഷികൾ എന്ന് പറഞ്ഞാൽ ഹെട്രോട്രോപ്സ്, ആഹാരത്തിന് വേണ്ടി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവ. 2 ഫീച്ചേഴ്സ് പറഞ്ഞു: ഒന്ന്, അവയ്ക്ക് സഞ്ചരിക്കാനുള്ള കഴിവില്ല; 2, ഇവ പരപോഷികളാണ്. ഏകകോശ ജീവികളോ അല്ലെങ്കിൽ ബഹുകോശ ജീവികളോ, രണ്ടും അതിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. അപ്പൊ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ. അടുത്ത കിങ്ഡമായിട്ടുള്ള പ്ലാന്റയിലേക്ക് വരുമ്പോൾ ജീവികളെല്ലാം സ്വപോഷികളാണ്. അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ജീവികളാണ് ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വപോഷികൾ എന്ന് പറയുന്നത്. അപ്പൊ സസ്യങ്ങൾക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുണ്ട്, പക്ഷെ എന്തില്ല? സഞ്ചാരശേഷിയില്ല. ബഹുകോശ ജീവികളാണ്. അപ്പൊ സ്വപോഷികളായ
സഞ്ചാരശേഷി ഇല്ലാത്ത ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് പ്ലാന്റ്. ഇനി നമ്മൾ ആനിമലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പരപോഷികളാണ്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല, ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ട് ഹെട്രോട്രോപ്സ് അല്ലെങ്കിൽ പരപോഷികളാണ്. പക്ഷെ സസ്യങ്ങളെ പോലെയല്ല, സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികളാണ്. അപ്പൊ ജന്തുക്കളുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ പരപോഷികളായ സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം ആനിമാലിയ. ഈ രീതിയിൽ ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ച സയന്റിസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ RH വിറ്റാക്കർ എന്ന് പറയുന്നത്. ഇപ്പൊ 2 കിങ്ഡമായിട്ട് തരംതിരിച്ചത് പോൾ ലിനേസ്, 5 കിങ്ഡം ആയിട്ട് തരംതിരിച്ചത് റോബർട്ട് H വിറ്റാക്കർ. ദെൻ അതിനുശേഷം വന്ന വർഗീകരണ രീതിയാണ് 6 കിങ്ഡം വർഗീകരണ രീതി അല്ലെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 6 കിങ്ഡം വർഗീകരണ രീതി, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ വൗസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് 6 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത്. അപ്പൊ RH വിറ്റാക്കറിന്റെ 5 കിങ്ഡം വർഗീകരണ രീതിക്ക് ശേഷം വന്നൊരു ആധുനിക വർഗീകരണ രീതിയാണ് കാൾ വൗസിന്റെ 6 കിങ്ഡം വർഗീകരണ രീതി എന്ന് പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം ജീവികളെ 6 കിങ്ഡങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ 6 കിങ്ഡങ്ങളായി തിരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഡൊമൈൻ എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ വർഗീകരണ തലവും കൂടി അദ്ദേഹം ഈ പുതിയ വർഗീകരണ രീതിയിൽ കൂട്ടിച്ചേർത്തു. ഡൊമൈൻ എന്ന് പറയുന്ന ഒരു പുതിയ തലം കൂട്ടിച്ചേർത്തു. ഇത് കിങ്ഡത്തിന് മുകളിലായാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഡൊമൈൻ എന്ന് പറയുന്ന വർഗീകരണ തലം ആദ്യമായിട്ട് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന കാൾ വൗസ്. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം ജീവികളെ തരം തിരിച്ചപ്പോ ആദ്യം ചെയ്തത് ജീവികളെ 3 ഡൊമൈനായി തരംതിരിച്ചു. ജീവികളെ 3 ഡൊമൈനാക്കി മാറ്റി. ഒന്നാമത്തെ ഡൊമൈനാണ് ഡൊമൈൻ ബാക്ടീരിയ. ഡൊമൈൻ ബാക്ടീരിയ. രണ്ടാമത്തെ ഡൊമൈനാണ് ഡൊമൈൻ ആർക്കിയ. മൂന്നാമത്തെ ഡൊമൈനാണ് ഡൊമൈൻ യൂക്കാരിയ. അപ്പൊ ഇങ്ങനെ ബാക്ടീരിയ, ആർക്കിയ, യൂക്കേരിയ എന്ന് പറയുന്ന 3 പുതിയ ഡൊമൈനുകൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി നമുക്ക് ഈ ഓരോ ഡൊമൈനിലും വരുന്ന കിങ്ഡങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഇപ്പൊ ഡൊമൈൻ ബാക്ടീരിയക്കകത്ത് ഒരൊറ്റ കിങ്ഡം മാത്രമാണ് വരുന്നത്, കിങ്ഡം ബാക്ടീരിയ. കിങ്ഡം ബാക്ടീരിയയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡൊമൈൻ ബാക്ടീരിയക്കകത്ത്. ദെൻ രണ്ടാമതായി ഡൊമൈൻ ആർക്കിയക്കകത്ത് അദ്ദേഹം ആർക്കിയ എന്ന് പറയുന്ന ഒരു കിങ്ഡത്തെ ഉൾപ്പെടുത്തി. അപ്പൊ ഡൊമൈൻ ബാക്ടീരിയക്കകത്ത് കിങ്ഡം ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയക്കകത്ത് കിങ്ഡം ആർക്കിയ. അതിനുശേഷം ഡൊമൈൻ യൂക്കാരിയക്കകത്ത് കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. ഇങ്ങനെ 4 കിങ്ഡങ്ങളെ ഏത് ഡൊമൈനകത്ത് ഉൾപ്പെടുത്തി? ഡൊമൈൻ യൂക്കാരിയക്കകത്ത് ഉൾപ്പെടുത്തി. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന 6 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത്. ഇവിടെ 6 കിങ്ഡങ്ങളായി: ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. ഡൊമൈൻ ബാക്ടീരിയക്കകത്ത് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡവും, ഡൊമൈൻ ആർക്കിയക്കകത്ത് ആർക്കിയ എന്ന് പറയുന്ന ഒരു കിങ്ഡവും, ഡൊമൈൻ യൂക്കാരിയക്കകത്ത് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ എന്ന് പറയുന്ന 4 കിങ്ഡങ്ങളും ഉൾപ്പെടുത്തി. ഇപ്പൊ ഇവിടെ വന്ന മാറ്റം എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ RH വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ജീവികളെ 5 കിങ്ഡമായിട്ട് തരംതിരിച്ചു: മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. ഇതിനകത്തെ 4 കിങ്ഡങ്ങളും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. യൂക്കാരിയക്കകത്ത് പ്രോട്ടിസ്റ്റ വരുന്നുണ്ട്, ഫഞ്ചൈ വരുന്നുണ്ട്, പ്ലാന്റ് വരുന്നുണ്ട്, ആനിമേലിയ വരുന്നുണ്ട്. പക്ഷെ മൊനീറ എന്ന് പറയുന്ന ഒരു കിങ്ഡം ഈ പറയുന്ന കാൾ വൗസിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മൊനീറ എന്ന് പറയുന്ന ഈ കിങ്ഡത്തെ വിഭജിച്ച് അതിനകത്തെ ജീവികളെയാണ് ഈ 2 കിങ്ഡത്തിലാക്കി മാറ്റിയത്. അതായത് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഡൊമൈനിലും ആർക്കിയ എന്ന് പറയുന്ന ഒരു ഡൊമൈനിലുമായിട്ട് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു കിങ്ഡവും ആർക്കിയ എന്ന് പറയുന്ന ഒരു കിങ്ഡവും ആക്കി മാറ്റി. അതായത് ബാക്ടീരിയകൾ അദ്ദേഹം 2 ഗ്രൂപ്പാക്കി മാറ്റി. ആർക്കിയ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇപ്പോഴത്തെ നമ്മുടെ നോർമൽ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെ മൊനീറയെ വിഭജിച്ച് ഈ പറയുന്ന 2 കിങ്ഡം ആക്കിയതോട് കൂടിയാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതായിട്ട് മാറിയത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറിയത്. ഈ 3 രീതി ഒന്ന് ശ്രദ്ധിക്കുക. 2 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത് പോൾ-ലിനേസ് ആണ്. അതുപോലെ 5 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത് RH വിറ്റാക്കർ ആണ്. 6 കിങ്ഡം വർഗീകരണ രീതി കൊണ്ടുവന്നത് കാൾ വൗസ് ആണ്. നമ്മൾ ഇവിടുത്തെ ആ വർഗീകരണ തലങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്
വർഗീകരണ തലങ്ങൾ. കാൾവൗസിന്റെ വർഗീകരണ രീതിയിൽ പറഞ്ഞ അദ്ദേഹം പുതിയൊരു വർഗീകരണ തലം കൂട്ടിച്ചേർത്തു. അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ ഡൊമൈൻ അദ്ദേഹം കൊണ്ടുവന്നത് നമ്മുടെ കിങ്ഡം എന്ന് പറയുന്ന വർഗീകരണ തലത്തിന്റെ മുകളിലായിട്ടാണ്. അപ്പൊ ഏറ്റവും ആദ്യം വരുന്ന വർഗീകരണ തലമാണ് ഡൊമൈൻ. ദെൻ ഡൊമൈനിന് ശേഷമാണ് കിങ്ഡം, കിങ്ഡത്തിന് ശേഷം ഫൈലം, ഫൈലത്തിന് ശേഷം ക്ലാസ്, ദെൻ ക്ലാസ്സിന് ശേഷം ഓർഡർ, ദെൻ ഓർഡറിന് ശേഷം ഫാമിലി, ഫാമിലിക്ക് ശേഷം ജീനസ്, അവസാനമായിട്ട് സ്പീഷീസ്. ഇങ്ങനെയാണ് വർഗീകരണ തലങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൊമൈൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ആദ്യമായിട്ട് ഈ വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ചത് പോൾ ലിനേസ് ആണ്. ഇദ്ദേഹം വർഗീകരണ തലങ്ങൾ കൊണ്ടുവന്ന സമയത്ത് കിങ്ഡം മുതൽ സ്പീഷീസ് വരെയാണ് ഉണ്ടായിരുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. പിന്നീട് കാൾവൗസ് ആണ് ഈ പറയുന്ന കിങ്ഡത്തിന് മുകളിലായിട്ട് ഡൊമൈൻ എന്ന് പറയുന്ന ഒരു വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർത്തത്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിക്കുക. ഇപ്പൊ ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ സയന്റിഫിക് നെയിം കൊടുക്കുക എന്ന് പറയും, ശാസ്ത്രീയ നാമം കൊടുക്കുന്ന രീതി. ഒരു ജീവിക്ക് നമ്മൾ സയന്റിഫിക് നെയിം കൊടുക്കുന്ന സമയത്ത് ഈ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ചേർത്തിട്ടാണ് ആ ജീവിയുടെ ശാസ്ത്രീയ നാമം നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കേസ് എടുക്കുക. മനുഷ്യന്റെ കേസിൽ നമ്മുടെ ജീനസ് നെയിം ആണ് ഹോമോ എന്ന് പറയുന്നത്, സ്പീഷീസ് നെയിം ആണ് സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ്. ഇതിൽ ആദ്യത്തെ വാക്ക് ജീനസിനെ റെപ്രസെന്റ് ചെയ്യുന്നതും രണ്ടാമത്തെ വാക്ക് സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ ജീവികൾക്ക് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ശാസ്ത്രീയ നാമം കൊടുക്കുന്ന രീതിക്കാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതി എന്ന് പറയുന്നത്. ഈ രീതിയും കൊണ്ടുവന്നത് പോൾ ലിനേസ് ആണ്. അപ്പൊ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള പോൾ ലിനേസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതി പ്രകാരം ജീവികളുടെ ജീനസ് നാമവും സ്പീഷീസ് നാമവും ചേർത്താണ് ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്നത്. ഇതിന് പറയുന്ന പേരാണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഭാഗത്തൊന്ന് ശ്രദ്ധിക്കാം. അതായത് ഈ വർഗീകരണവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തായിട്ട് നമ്മളതിനകത്ത് ജന്തുക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കിങ്ഡമാണ് കിങ്ഡം ആനിമേലിയ എന്ന് പറയുന്നത്. ഈ കിങ്ഡം ആനിമേലിയയിൽ വരുന്ന ജീവികളെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കിങ്ഡം ആനിമേലിയെ തരംതിരിച്ചത് നോക്കാം. അപ്പൊ കിങ്ഡം ആനിമേലിയയിൽ പ്രധാനമായിട്ടും 5 ക്ലാസ്സുകളായിട്ടാണ് ജീവികളെ നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയാണ് നമ്മളെ മത്സ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്, ക്ലാസ് ഫിഷസ് എന്ന് പറയും. അതായത് ഫിഷസ്, മത്സ്യങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് പൈസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉഭയജീവികളെയാണ്. അതായത് നമ്മൾ ക്ലാസ് ആംഫീബിയ എന്ന് പറയും, ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ജീവികൾ. മൂന്നാമത്തെ ക്ലാസ് ആണ് ഉരഗങ്ങൾ, റെപ്റ്റൈൽസ്, ക്ലാസ് റെപ്റ്റീലിയ. നാലാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷികളെയാണ്, ക്ലാസ് ഏപ്സ്. അഞ്ചാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ്. ഇങ്ങനെ 5 ക്ലാസ്സുകളിലായിട്ടാണ് ഈ കിങ്ഡം ആനിമേലിയയിൽ വരുന്ന ജീവികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് മത്സ്യങ്ങള്, ജലത്തില് ജീവിക്കുന്ന ജീവികളാണ് മത്സ്യങ്ങള്. അതേസമയം ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഈ പറയുന്ന ഉഭയജീവികള്. ഉരകങ്ങളും പക്ഷികളും സസ്തനികളും പ്രധാനമായിട്ടും കരയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്: മത്സ്യങ്ങള്, ഉഭയജീവികള്, ഉരകങ്ങള്, പക്ഷികള്, സസ്തനികള്. അതിൽ നമ്മൾ ഓരോ വിഭാഗത്തിന്റെയും ചില പ്രത്യേകതകളും നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ചില പ്രത്യേകതകളുണ്ട്, അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ മത്സ്യങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എന്ന് പറയുന്നത് 2ആണ്. അതായത് നമ്മൾ മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് എന്ന് ചോദിച്ചാൽ 2 അറകളാണുള്ളത്. ഒരു ആട്രിയും ഒരു വെൻട്രിക്കിളും. അതായത് ഒരു ഓറിക്കിളും ഉണ്ട്, ഒരു വെൻട്രിക്കിളും ഉണ്ട്. അതേസമയം ഉഭയജീവികളുടെ ഹൃദയത്തിന് 3 അറകളായിരിക്കും. അപ്പൊ നമ്മളെ തവള പോലെ വരുന്ന ജീവികളാണ് ഈ ഉഭയജീവികളുടെ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് ഓറിക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, വലത് ആട്രിയും ഇടത് ആട്രിയും. പക്ഷെ താഴെ ഒരൊറ്റ വെൻട്രിക്കിളേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. ഈ ഉരകങ്ങളിലും ഇതുപോലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 3 ആയിരിക്കും. പക്ഷെ പക്ഷികളിലും സസ്തനികളിലും ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. മത്സ്യങ്ങളിൽ 2, ഉഭയജീവികളിലും ഉരകങ്ങളിലും 3, പക്ഷികളിൽ 4, അതുപോലെ സസ്തനികളിലും 4.
ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവരുടെ ശ്വസന അവയവങ്ങളാണ്. ഇപ്പൊ മത്സ്യങ്ങൾ പ്രധാനമായിട്ടും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ ശ്വസന അവയവം എന്ന് പറയുന്നത് ഗിൽസ് അല്ലെങ്കിൽ ചെകിളപ്പൂക്കളാണ്. മത്സ്യങ്ങളില് ചെകിളപ്പൂക്കൾ. ഉഭയജീവികള് ജലത്തിലും ജീവിക്കുന്നുണ്ട്, കരയിലും ജീവിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് നമ്മളെ പോലെ തന്നെ ശ്വാസകോശങ്ങൾ ഇവരിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ത്വക്കിലൂടെയും ശ്വസിക്കാനുള്ള കഴിവുണ്ട്. ശ്വാസകോശത്തിലൂടെയും ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവികളാണ് ഉഭയജീവികൾ. അതേസമയം ഉരകങ്ങളിലും അതുപോലെ പക്ഷികളിലും സസ്തനികളിലുമെല്ലാം ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ ശ്വസനാവയവം എന്ന് പറയുന്നത്. അപ്പൊ മത്സ്യങ്ങളില് ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ് അല്ലെങ്കിൽ അതിനെ ശകുലങ്ങൾ എന്നും പറയാറുണ്ട്. ആംഫീബിയൻസിലാണെങ്കിൽ ശ്വാസകോശം, അതുപോലെ ത്വക്ക്. ഉരകങ്ങളിലും പക്ഷികളിലും അതുപോലെ സസ്തനികളിലും ശ്വാസകോശമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ശ്വസനാവയവങ്ങൾ. ഇനി നമ്മൾ ആ സസ്തനികളിൽ ഒരു പ്രത്യേക വിഭാഗം വരുന്നുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണ സസ്തനികൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവികളാണ്. ജീവികളെ പ്രസവിച്ച് പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ളത്. മാമറി ഗ്ലാൻസ് കാണപ്പെടുന്നത് കൊണ്ടാണ് ആ ഗ്രൂപ്പിനെ നമ്മൾ മാമൽസ് എന്ന് വിളിച്ചത്. പക്ഷെ ഇതിനകത്ത് മുട്ടയിടുന്ന രണ്ട് സസ്തനികളുണ്ട്. അതാണ് ഒന്ന് എക്കിഡ്ന, മറ്റൊന്ന് പ്ലാറ്റിപ്പസ്. ഇവ രണ്ടും പ്രസവിക്കുന്നവരല്ല, പക്ഷെ മാമൽസ് ആണ്. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് എക്കിഡ്നയും അതുപോലെ പ്ലാറ്റിപ്പസ്. കിഡ്ന, പ്ലാറ്റിപ്പസ്, അതും കൂടെ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ശ്വസന അവയവം പറഞ്ഞ സമയത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഈ പ്രധാനമായിട്ടും ഫിഷസിന്റെ അതുപോലെ ആംഫീബിയൻസിന്റെ റെപ്റ്റൈൽസിന്റെ ഒക്കെ പറഞ്ഞു. ഇതേപോലെ നട്ടെല്ലില്ലാത്ത ജീവികളുടെ വിഭാഗത്തിൽ വരുന്ന ഒരു ജീവിയാണ് മണ്ണിര അല്ലെങ്കിൽ എർത്ത്. ഈ മണ്ണിരയുടെ ശ്വസന അവയവാണ് ത്വക്ക് അല്ലെങ്കിൽ സ്കിൻ. ആ സ്കിന്നിലൂടെയാണ് മണ്ണിരയുടെ ശ്വസനം നടക്കുന്നത്. അതുപോലെ നട്ടലില്ലാത്ത മറ്റൊരു ജീവിയാണ് നമ്മളെ കോക്രോച്ച് അല്ലെങ്കിൽ പാറ്റ എന്ന് പറയുന്നത്. ഇവരുടെ ശ്വസന അവയവാണ് ട്രക്കിയ അല്ലെങ്കിൽ നളികാജാലം എന്ന് പറയും. ട്രക്കിയ അല്ലെങ്കിൽ നളികാജാലം. അപ്പൊ മണ്ണിരയുടെ ശ്വസനാവയവാണ് ത്വക്ക്, പാറ്റയുടെ ശ്വസനാവയവാണ് നളികാജാലം. ഇതേപോലെ മണ്ണിരയിൽ കാണപ്പെടുന്ന വിസർജന അവയവാണ് നെഫ്രീഡിയം. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ത്വക്ക് ശ്വസനാവയവാണ്, നെഫ്രീഡിയ വിസർജനാവയവം. ഇതേപോലെ പാറ്റയിലും ഒരു വിസർജനാവയവം കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ മാൽപീജിയൻ നളികകൾ എന്ന് പറയും. ഇതൊന്ന് ശ്രദ്ധിക്കുക. മണ്ണിരയുടെ ശ്വസനാവയവം ത്വക്കും വിസർജനാവയവം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രീഡിയ. അതേസമയം പാറ്റയുടെ റെസ്പിറേറ്ററി ഓർഗൻ നളികാജാലവും എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപീജിയൻ ട്യൂബ്യൂൾസുമാണ്. അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പ്രധാനമായിട്ടൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ വർഗീകരണ രീതികളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ജന്തുക്കളുടെ ചില സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മൾ ഈ ഉഭയജീവികൾക്കുള്ള കുറച്ച് ഉദാഹരണങ്ങളും കൂടി ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആംഫീബിയ അല്ലെങ്കിൽ ഉഭയ ജീവികൾ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുണ്ടാവും. ഇവയ്ക്ക് പ്രധാനപ്പെട്ട 2-3 എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് സലമാൻഡർ. സലമാൻഡറുകൾ ഇത് ആംഫീബിയയിൽ വരുന്ന ജീവികളാണ്. അതുപോലെ ന്യൂട്ടുകൾ, അതുപോലെ സിസിലിയനുകൾ, അതുപോലെ നമ്മളെ ഫ്രോഗ്, തവളയൊക്കെ വരുന്നത് ഏത് വിഭാഗത്തിലാണ്? ഉഭയ ജീവികളിൽ വരുന്ന ജീവികളാണ്. ഇപ്പൊ സലമാൻഡർ, ന്യൂട്ടുകൾ, സിസിലിയനുകൾ, തവള, ഈ പേരുകളൊക്കെ കണ്ടാൽ ഓർക്കുക ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ വരുന്ന ജീവികളാണ്? ഉഭയജീവികളിൽ വരുന്ന ജീവികൾ. ഇത്രയാണ് നമ്മൾ ഈ ഒരു വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ EVS ഈ കാറ്റഗറി 1 ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കണം.